ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ എക്സ്പെഡിഷൻ ഓഫ് അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഒരു ഗെയിമായിട്ടാണ് ഇന്ന് വന്നേക്കണത്. ഇത് ഞാൻ കളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോക്ക് വേണ്ടി ഞാൻ ക്യാമ്പ് 2-ന്ന് 1-ലോട്ട് വന്നേക്കണതാണ്. ഇന്നത്തെ നമ്മുടെ ഈ ജാൻഡലല്ലേടാ, ജാൻഡലിൻ്റെ പോലെ ഇരിക്കണ് ഈകള്. ഇത് മാപ്പാണ്. മാപ്പ് നമ്മൾ തേടാ പിങ്ക്. നമ്മളുടെ ഇന്നത്തെ മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയാണ്. നമ്മുടെ ഇന്നത്തെ മിഷൻ എന്ന് പറഞ്ഞാൽ ക്യാമ്പ് 2-ൽ എത്തണം. മിനിമം ക്യാമ്പ് 2-ലെങ്കിലും എത്തണം, അല്ലെങ്കിൽ ഈ ഗെയിം ഫിനിഷ് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ഇഷ്ടപ്പെടും, അതെനിക്കറിയാം. ഞാൻ ഈ കണ്ടൻറ്റുള്ള ഇനിയും വരുന്നുണ്ട്. ഇത് ഇന്ന് 2ാമത്തെ വീഡിയോ ആണിത്. നിങ്ങൾക്കാകുമ്പോൾ വല്ല 20 മിനിറ്റൊക്കെ ആയിരിക്കും, എനിക്കിത് വല്ല 50 മിനിറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? പിക്കാവോ. നമ്മൾ ആദ്യം തന്നെ ഒരു പാർക്കോറായിട്ടാണ് തുടങ്ങണത്. ഇവിടെ വെച്ചൊക്കെ വീണല്ലേ അപ്പമാനായിരിക്കും. ഗെയിം അത്യാവശ്യം ഗ്രാഫിക്സൊക്കെ ഉണ്ട്. ഞാൻ ഇത് നമുക്ക് പിന്നെ വേറെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരു ഗെയിം പറയാം. അതിൽ നമുക്ക് ആനിമയുടെ ബാഡ്ജസ് കിട്ടും. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ ഒരു ലൂഫിയുടെ ബാഡ്ജ് ഉണ്ടാവും, ഗിയർ 5 ലൂഫി. അങ്ങനെ ഒരു ബാഡ്ജ് ഉണ്ടാവും. അങ്ങനെ ഒരു ബാഡ്ജ് വെള്ളത്തിൽ വീണ് ഇതേക്കടാ. അങ്ങനെ ഒരു ബാഡ്ജ് കിട്ടണ ഒരു ഗെയിം എനിക്ക് അറിയാം. അത് കളിക്കണമെന്ന് ഞാൻ അത് കളിച്ച് വീഡിയോ ആക്കണം എന്നൊന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ കണ്ടൻറ്റ് കിട്ടുമെന്ന് എനിക്കൊന്നും അറിയില്ല. കണ്ടൻറ്റ് കുറവുള്ള ഒരു ഗെയിമാണത്. അതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആനിമയുടെ പേരിങ്ങനെ ഗസ് ചെയ്യണം. അപ്പം എനിക്കിപ്പോൾ 2 ബാഡ്ജുണ്ട്. ഒന്ന് ബ്ലൂ ലോക്കിൻ്റെ ബാഡ്ജും. എന്ന് വെച്ചാൽ ഇവരിങ്ങനെ ആ ഗെയിമിൽ ഇവരിങ്ങനെ ക്യാരക്ടേഴ്സിനെ തരും. അവരുടെ പേര് ഇങ്ങനെ പറയണം. അവരുടെ പേര് എന്താണെന്ന് പറഞ്ഞ് ഇങ്ങനെ തുറന്നു പോയിട്ട് ഏറ്റവും അവസാനം എത്തുമ്പോൾ നമുക്കൊരു ബാഡ്ജ് കിട്ടും. എനിക്ക് ഗിയർ 5 ലൂഫിയുടെയും ഇസാഗിയുടെയും ബാഡ്ജ് ഉണ്ട്. ഇസാഗിയുടെ ആണെന്നാവോ. അങ്ങനെ ഒരു ഗെയിമുണ്ട്. ഇവിടെ സൂക്ഷിച്ചില്ലേ, ഇവിടെ വെച്ചൊക്കെയല്ലേ ഞാൻ കിണ്ണോട്ട് പോയിട്ടുണ്ട് അനിയനായിട്ട് കളിക്കുമ്പോൾ. ഇതൊക്കെ ഞാൻ അനിയനായിട്ട് കളിച്ചിട്ടുണ്ട്. അതാണ് എനിക്കിങ്ങനെ സിമ്പിളായിട്ടൊക്കെ പോകാൻ പറ്റണത്. നമ്മളല്ലേലും പാർക്കോറിൽ കിങ്ങാണ്. ഉണ്ടാ ഗ്ലേഷ്യർ, മാസിയോ അന്റാർട്ടിക് ഗ്ലേഷ്യർ. ഇവിടെ ഗ്ലേഷ്യറാണ്. ഇത് എനിക്ക് പൊളി. ഇവിടെ എനിക്ക് പൊളിയും. കണ്ട കാറ്റടിച്ച് പൊളിയും എന്ന് പറഞ്ഞാൽ പൊളിയും. ഇവിടെ ഇച്ചിരി ലാഗ് വന്നുണ്ട് കേട്ടാ. നിങ്ങൾക്ക് ലാഗ് തോന്നുന്നാവോ എനിക്കിങ്ങനെ ലാഗ് അടിക്കുമ്പോൾ? അല്ലേ, ഞാൻ ഇങ്ങനെ ഡിവൈസ് കളിക്കണ ആളായത് കാരണം എനിക്ക് തോന്നും. പക്ഷെ ഇത് റെക്കോർഡല്ലേ, അപ്പോൾ തോന്നൂലായിരിക്കുമല്ലേ. നോക്കാം, തോന്നൂലായിരിക്കും. എന്തോ കയറി അവിടം വരെ എത്തണോടാ. ഞാൻ കുറുക്കൊഴി കണ്ടുപിടിച്ച് എല്ലാ എണ്ണങ്ങളും അതുവഴിയല്ല ഉണ്ടായി. പണ്ട് ഇതൊക്കെ ഭയങ്കര ഫേമസ്. ഈ ഗെയിം ഭയങ്കര ഫേമസ് ആയിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ 1K പ്ലേയേഴ്സെങ്കിലും ഉണ്ടാവും. ഈ ഗെയിമിന് അത്രയും ഫേമസ് എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി കൂടുതലാണ് ഈ ഗെയിമിന്. ഇപ്പോഴേ 500 467 പ്ലേയേഴ്സൊക്കെ എന്താണ്ടോ ഉള്ളൂ. ദേ ഇവനൊന്നും ഇട്ടിട്ടില്ലേ. അമേരിക്ക ശുഭം. ഞാൻ പറഞ്ഞ വായെടുത്തില്ല. അവന്മാരെ നോക്കണ്ടായിരുന്നു, വെറുതെ പോയാൽ മതിയായിരുന്നു. ഇനി ഇന്ത്യ ഉണ്ടാ, അവന്മാരെ ഏതോ രാജ്യമാണ്. പിന്നെ എനിക്ക് മൈക്ക് അൺലോക്കാണ്. അത് ഇന്ത്യയിൽ ഇപ്പം എൻ്റെ ഒരു അറിവിൽ ഇന്ത്യയിൽ ഇനി മൈക്ക് അൺലോക്കാക്കാൻ പറ്റൂലെന്നാണ് എൻ്റെ ഒരു അറിവിൽ. അപ്പം അത് ലൈഫ് എൻ്റെ ഇതൊക്കെ മറ്റേ എടാ ആനിമേഷൻ കണ്ട. ഈ റോപ്പിൽ കയറി അപ്പം തന്നെ ബാലൻസ് ഞാൻ കൈ അങ്ങനെ പിടിച്ചത്. അവന്മാരുടെ ടീമാണ്.
നമുക്ക് പക്ഷെ ഒരു ടീമിൻ്റെ ആവശ്യമില്ല. ഇതാ മരെന്താ അവിടെ സ്റ്റക്ക്. എടാ എൻ്റെ നെറ്റിൻ്റെ എടാ ശേ ഇതൊക്കെ നമുക്ക് അൺലോക്ക് ആക്കാട്ടോ. ഇച്ചിരി കളിച്ചാൽ മതി. അപ്പം അങ്ങോട്ട് അൺലോക്കായി പോയിക്കോളാം. അവിടെ കണ്ട ലോക്ക്. എനിക്കിങ്ങനെ പാർക്കോർ ഗെയിംസ് ഭയങ്കര ഇഷ്ടമാണ്. കിണ്ണോണ് അത് പക്ഷെ ചില പാർക്കോർ ഗെയിംസ് ഉണ്ട് റേജ് വെയിറ്റ് അണ്ണാക്കിന് അടിച്ചായിരിക്കും. എന്നുവെച്ചാൽ മറ്റേ ബ്ലൈൻഡ് ഷോട്ട് എന്ന് പറയുന്ന ഒരു ഗെയിമുണ്ട്. അതിലൊരു പാർക്കോർ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ തോറ്റേന് ബോറടിച്ചിരിക്കാണ്ടിരിക്കാൻ അതിലൊരു പാർക്കോർ അവന്മാർ വെച്ചിട്ടുണ്ട്. അത് ജയിക്കാൻ പറ്റണില്ല ഓനെ. അവന്മാരെന്തോ തോക്കാൻ വേണ്ടി തന്നെ അതിലിങ്ങനെ നമ്മ ഇങ്ങനെ പാതി എത്തുമ്പോൾ തന്നെ അവന്മാർ എന്തൊക്കെയോ പരിപാടി ചെയ്ത് എടാ വേണ്ട അത് തന്നെയാണ്. ഒന്നും കൂടി അങ്ങോട്ട് പോകേണ്ടി വരുമല്ല. ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളെ കണ്ടാൽ പോരെ. നിങ്ങൾ വെറുതെ ബോറടിക്കണ്ട. ഞാൻ അവിടെ എത്തിയിട്ട് വീണ്ടും ഞാൻ ഓണാക്കാം. അല്ലെങ്കിലേ ബോറടിക്കും, കണ്ടൻറ്റ് ബോറാവും. ഞാൻ അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ അതെ നമ്മ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ വെച്ചാണ് നമ്മ ഖത്തം ആയത്. ഇനി ഇവിടെ അങ്ങനത്തെ 2 പാലം ഉണ്ടോ. ദേ ഒരുത്തൻ തീർന്നിട്ടാ. ഒരുത്തനാ ഞാൻ തീർന്ന അവിടെ വെച്ച് തന്നെ തീർന്നിട്ടുണ്ട്. നമ്മ തീരുമ്പോൾ ഇങ്ങനെ വിഷമായിരിക്കും. പക്ഷെ മറ്റുള്ളവരിങ്ങനെ തീരണാനുമ്പേ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ഇനി പാലത്തിൻ്റെ അവിടെ ശ്രദ്ധിക്കണം. എടാ ഈ ലാഗുള്ളവരുടെ നല്ല പണിയാടാ ഇവന്മാരെ. നല്ല പണിയാക്കിയ സ്റ്റേഷനാണ്. ഫൈനലി ഇവിടെ ഇത് ഡാർക്കാണ് കേട്ടോ. ഇത് ഇത് മെസ്സേജിന് വരാൻ കണ്ട നേരം ആടാ. ഇവിടെ ഇച്ചിരി പണിയാണ്. ഇത് ലോക്ക് ചെയ്ത് ആടാ ക്യാമ്പ് വണ്ണെത്തിട്ടാ. ചെക്ക് പോയിന്റ് എടുക്ക. ബോയ് ക്യാമ്പ് വണ്ണെത്തി. ഞാനേ ഇച്ചിരി സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. മറ്റേ തണുക്കാതിരിക്കാനുള്ള സാധനമൊന്നും ഞാൻ എടുത്തില്ല. തണുക്കാതിരിക്കാനുള്ള സാധനം എടുത്തില്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ എനർജി കുറയും. നമുക്ക് നീലെടുക്കാൻ പറ്റുമോ? എടാ നീലെടുക്കാൻ പറ്റൂടാ, വിഷമായി. ഞാൻ അർജൻറ്റീന ഫാനാണ്. അമ്പടാ ഇവിടെ ഒരാൾ കിടക്കാണ്ടല്ലോ. എനർജി കൂട്ടട്ടെ. ഒരു 90 നമുക്ക് പോവാം അങ്ങോട്ട്. വേണ്ട ഈ റൈറ്റ് സൈഡിൽ ഡൗണിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഹെൽത്ത്, വാട്ടർ, എനർജിയൊക്കെ കാണാം. 91. എടാ രാത്രിയായ പണിയാവൂല. രാത്രിയായ പണിയാണ്. രാത്രിയായ കണ്ണ് കാണാൻ പണിയാണ്. 95 നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. എന്നിട്ട് നമ്മുടെ മലകയറ്റം വീണ്ടും തുടങ്ങാം. ഇതിൽ നമ്മ ആൾട്ടിറ്റ്യൂഡ് 387 മീറ്റർ എത്തി. പറഞ്ഞു ക്യാമ്പ് 2 എന്താണ്ട് എത്തുമ്പോൾ കേട്ടാ ഒരു മറ്റേ മണ്ണിടിച്ചില്ലേ, അതൊരു മണ്ണിടിച്ചിൽ വന്ന് എന്താണ്ട് ഇതാവും. മറ്റേ നിങ്ങൾക്ക് കേസോനെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവൻ്റെ യൂട്യൂബിൽ കേസോ ഇങ്ങനെ എവിടെ വെച്ചങ്ങാണ്ട് ചാടുമ്പോൾ മണ്ണിടിച്ചില്ല അവൻ്റെ. അതറിയോ നിങ്ങൾക്ക്? ആ ഗെയിമാണിത്. അങ്ങനെ ഫേമസ് ആണ് ഇത്. കേസോ ഏതോ മലയുടെ അടുത്ത് വെച്ച് ഇങ്ങനെ ചാടും. എടോ റേജ് വെയിറ്റ്. നിങ്ങൾക്കൊന്നുമില്ല ഇത് റേജ് വെയിറ്റാണെന്ന്, പക്ഷെ ഞങ്ങൾക്ക് തോന്നും.
ഇതെന്ന് പറഞ്ഞാൽ എടാ എനിക്ക് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണല്ലേ. പാർക്കൂറിൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഏ ബോയ് ഫൈനലി ബിഗനറാ. ഞാൻ ബിഗിനറൊന്നും അല്ലട്ടാ, ഞാൻ ഇത് കളിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ പോവല്ല, ഇതൊക്കെ ബിഗിനറാണെന്ന് പറഞ്ഞാൽ. ഇവിടത്തെ ഒരു വ്യൂ ഉണ്ട് മോനെ, കിണ്ണം വ്യൂ ആണ് ഇവിടുത്തെ. കണ്ട അത് കണ്ട സീനല്ലേ, സൂര്യൻ ഇങ്ങനെ ചമ്മൂന് ദേടാ. അവിടെ എന്താ സാധനം ഇരിക്കണണ്ട, സംതിങ് ഫിഷിങ്. ഇത് നമ്മൊരു 20 മിനിറ്റ് മാക്സിമം കൂടിപ്പോയാ 20 മിനിറ്റ്. അത് തന്നെ ഉണ്ടോ, അവിടെ തന്നെ ഉണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ തെന്നി പേടിയാണ്. ഇവിടെ നിന്നെങ്ങാലും വീണാലേ ക്യാമ്പ് 1 പോയി കിടക്കും. പിന്നെ എന്താ ലൈഫ് പറഞ്ഞപ്പാ. ലൈഫ് പറഞ്ഞ എന്താണാവോ. ഷിറ്റ്. ആഹാ, ഐ ഫൗണ്ട് എ ട്രിക്ക്. ഇതൊക്കെ നമുക്ക് വെറുതെ എന്നൊക്കെ പറഞ്ഞാലേ ഈസി. ഇങ്ങനെ പറഞ്ഞിട്ട് വീഴണോ അല്ലേ. അബാൻഡൻ നമ്മ ഇങ്ങനെ കാണുമ്പോഴേ നമ്മ ഇങ്ങാട് പോകാൻ നോക്കും, പക്ഷെ പോരുത്, സേഫിലോട്ട് പോകണം. കാരണം ഇപ്പന്മാരെന്ത് പണിയാ വെച്ചേക്കണേന്ന് നമുക്കറിയാൻ പറ്റില്ല. ഞാൻ എന്തോ അന്ന് അതെ അബാൻഡനിലോട്ട് കണ്ടോ ഞാൻ പോയിട്ട് എന്തോ അവിടെ ശരിക്കും അബാൻഡൻ ചെയ്ത് വെച്ചേക്കായിരുന്നു. ശരിക്കും അബാൻഡൻ ചെയ്ത് വെച്ചേക്കായിരുന്നു. ഒരിതും ചെയ്യാൻ പറ്റൂലായിരുന്നു. ഏ ബോയ് ദ ക്ലൗഡ് മേക്കർ, മൗണ്ടൻ ഓഫ് ടെൻസർ. ഇത് ക്ലൗഡാടാ, മഞ്ഞ് പണിയാവും. നമ്മ എങ്ങനെ ഈ സാധനം നോക്കി പോണം. എന്നാണിത് ഇതല്ല. സാധനം നോക്കി നമ്മ ഇങ്ങനെ പോണം. ഇതൊക്കെ കാണുമ്പോഴാണ് മോനെ മല കയറാൻ തോന്നണത്. പക്ഷേ കയറാൻ എക്യുപ്മെൻറ്റ്സ് ഇല്ലല്ലോ. അല്ല NCCയിലൊക്കെ ഹിമാലയയിലൊക്കെ പോവാന്ന് പറയണ്ട്. ഇവിടെ എൻ്റെ മോൻ ഇവിടെ എന്താണ് പണി, സീന. ഇതൊക്കെ എടുത്ത് ഓടിക്കാൻ കിട്ടണം, പൊളിക്കും. കാരോളൈൻ ഗൈഡാ, വെഹിക്കിളാ. കാശ് കൂടുതലാണെങ്കിൽ ഇതിനൊക്കെ ഫ്രീ എടുക്കാം. എൻ്റെ മോനെ സീന. ഏത് വഴിയാന്നാ പോകേണ്ടത്? എനിക്ക് മര്യാദക്ക് കൺട്രോൾ കിട്ടണില്ലടാ ഒരുമാതിരി. ഇപ്പം തീർന്നാനെ. എൻ്റെ മോനെ വണ്ടിക്ക് സ്പീഡ് കൂടുതലാണ്, വണ്ടിക്ക് അത്യാവശ്യം സ്പീഡ് കൂടുതലാണ്. എൻ്റെ ഒന്നും കാണാൻ പറ്റൂലേ ഇങ്ങനെ. മറ്റേ സാധനം പോയല്ല. ഞാനാണേ ഇത് ദൂരെ കാണുന്ന സാധനം നോക്കിയാണ് പോണത്. ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ ഇത് ഇവിടെ കണ്ടുപോകണമെന്ന് തോന്നാണ്. മറ്റേ വെള്ളത്തിൽ പോകാൻ പറ്റും. പെൻഗ്വിൻ കുറേ ഉണ്ടല്ല. കിണ്ണല്ലേ ഗെയിം കളിക്കാൻ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എനിക്കിങ്ങനെ പെട്ടെന്ന് പല ഗെയിമൊന്നും ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ബ്ലൂ ഫ്രൂട്ട് പോലത്തെ വല്ല റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ ബൈക്കിന് കയറാൻ പറ്റില്ല. വെള്ളം കുടിക്കാനാണ് നമ്മൾ പോണത് കേട്ടാ. ഓക്കെ.
ഇതെങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് പോകണം. എത്ര എത്തി പോകാൻ പറ്റുമോ അത്ര എത്തി പോകണം. എൻ്റെ മോനെ ആ ഐസിൻ്റെ ഒക്കെ ഗ്രാഫിക്സ് ഉണ്ടാ നമ്മിങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല നേരം അങ്ങോട്ട് വഴിയാട്ടി തന്നാൽ പോരെ. ഇങ്ങനെ വളഞ്ഞ് ഇതെന്താണ് ഇരുട്ടടിച്ചിരിക്കണത്? ഇനി നമ്മ ഇത് നോക്കേണ്ടി വരും. എടാ തിളങ്ങാണ്ടറാ, മറ്റേ റോഡ് സൈഡിലൊക്കെ വെച്ചേക്കണ സാധനമില്ലേ അതുപോലെ കിടന്ന് തിളങ്ങാണ്ട്. എടാ മീനൊക്കെ സൈഡിൽ കൂടെ പോണ്ട്, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ കണ്ട്. ഷോ എടാ എനിക്കിനി എത്ര ഇതും കൂടി ഉണ്ട്. എനിക്ക് 2, 4, 6, 7 ഓക്സിജൻ കുമളയും കൂടിയുള്ളൂ. എത്ര 2, 4, 6, 6 കൂടിയുള്ളൂ. ഡേഞ്ചർ 5 ഉറപ്പിച്ചോ, ഡേഞ്ചറാണ്. ഓഫ് എൻ്റെ മോനെ, എടാ ബൈക്കിന് വരണ്ടേനാണ് ഇത്രയും പണി പറഞ്ഞത്. അവസ്ഥ. ക്യാമ്പ് ടു അവർ ഡെസ്റ്റിനേഷൻ. ഫൈനലി ക്യാമ്പ് ടു പോയി. അവിടെ കയറണ്ട, നമുക്കിനി റെസ്റ്റ് എടുക്കണം. ആടാ വാട്ടർ ബോട്ടിൽ ഫില്ലപ്പ് ചെയ്യട്ടെ. ഇത് ഇച്ചിരി ഫില്ലാട്ടെ, 100% ആവട്ടെ. ഇനി ഉറങ്ങട്ടെ. ഫ്ലെയറൊക്കെ എന്തിനാണെന്നാവോ കണ്ടാ, കുറേ കിടന്ന് കിടക്കണ്ട്. എല്ലാവർക്കും ഇങ്ങനെ എനർജിക്ക് വേണ്ടിയാണ് നമ്മ ഇങ്ങനെ കിടന്ന് ഉറങ്ങണത്. എനർജി കയറണം നല്ലോണം. നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തട്ടെ. നാളെ പാർട്ട് 2 ആയിട്ടിട്ടാലോ? എന്ത് പറയണ്, അങ്ങനെ ഇടാല്ലേ? അതാകുമ്പോൾ കണ്ടന്റ് കിട്ടും, എല്ലാം കിട്ടും. അങ്ങനെ ഇടാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആവാണ്. നാളെ പാർട്ട് 2 ഉണ്ടാവും എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഉറപ്പ് വരാൻ പറ്റൂല, പക്ഷെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഡിലേ ഉണ്ടാവും, കാരണം നാളെ ക്ലാസ്സൊക്കെ തുറക്കുകയാണ്. അപ്പോൾ ഡിലേ ഉണ്ടാവും, പക്ഷേ എന്തായാലും പറ്റാവുന്നത്ര ഞാൻ ശ്രമിക്കും ഇടാൻ. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, സൈനിങ് ഓഫ് സാന്തോക്സ്.